നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്ന് വസന്ത പഞ്ചമി. ഇന്ന് ഫുള്ളായിട്ട് പഞ്ചമിതിഥി ഇരിക്കുന്നുണ്ട്. ടൈമിങ്സ് എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. പഞ്ചമി ഏത് നേരം തുടങ്ങി എപ്പോൾ തീരുമെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ തരുന്നുണ്ട്. ഈ വസന്ത പഞ്ചമിയിൽ 2 കാര്യസിദ്ധി നേരം വരുന്നുണ്ട്. ആ നേരം എപ്പോഴെല്ലാം വരുന്നു, ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതെല്ലാം ഒരു മുഖ്യമായ പതിവായിട്ട് ഞാൻ തരുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് ലാസ്റ്റ് വരേക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കുള്ളൂ. പഞ്ചമി ടൈമിങ്സ് എപ്പോൾ തുടങ്ങി എപ്പോൾ വരേക്ക് ഇരിക്കുന്നു എന്നുള്ള ടൈമിങ്സ് നിങ്ങൾക്ക് കാണിക്കാം. അത് ഫസ്റ്റ് നോട്ട് ചെയ്ത് വച്ചോളുക. അതുപോലെ കാര്യസിദ്ധി നേരം ഈ പഞ്ചമിയിൽ 2 തവണ വരുന്നു. രാവിലെ ഒരു നേരം വരുന്നത്, അതുപോലെ വൈകിട്ട് ഒരു നേരം വരുന്നുണ്ട്. കാര്യസിദ്ധി നേരവും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതും കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചാൽ നിങ്ങൾ ആ വിഷയം എല്ലാം ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. കാര്യസിദ്ധി നേരം ഏത് കാരണം കൊണ്ടും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മളിടുന്ന പതിവുകൾ ഏത് അളവിന് പവർഫുള്ളായിട്ട് വർക്കൗട്ട് ആകുന്നു എന്നുള്ളത്. സോ ഏത് കാരണം കൊണ്ടും നിങ്ങൾ ഈ ടൈമിങ്സ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക. കാരണം നിറയെ വിഷയങ്ങൾ നടക്കാതെ ഇരിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നവർക്കെല്ലാം ഈ കാര്യസിദ്ധി നേരം എത്രയോ പേർക്ക് വന്നിട്ട് കൈ കൊടുത്തിരിക്കുന്നു. സോ ടൈമിങ്സ് ഓർത്ത് വച്ചോളുക. ഇപ്പോൾ വന്നോളൂ, ടൈമിങ്സ് എല്ലാം നിങ്ങൾക്ക് കാണിക്കാം, നോട്ട് ചെയ്തോളുക. വളർപ്പിറ പഞ്ചമി വന്നിട്ട് മാർച്ച് 2-ാം തീയതി ബുധനാഴ്ച. ഇന്ന് രാവിലെ അതിരാവിലെ 1:51 AM തുടങ്ങി 3-ാം തീയതി വ്യാഴാഴ്ച നാളെ രാവിലെ 4 AM തീരും. സോ ഇന്ന് ഫുള്ളായിട്ട് പഞ്ചമിതിഥി ഇരിക്കുന്നുണ്ട്. അതും ഇന്ന് വസന്ത പഞ്ചമി ആയതിനാലേ ഏത് കാരണം കൊണ്ടും നിങ്ങൾ ഇന്നത്തെ പഞ്ചമി മിസ് ചെയ്യാതിരിക്കുക. ഈ സമയത്തെല്ലാം അമ്മൻ ദൈവങ്ങൾ വന്നിട്ട് ഗൊലുവിലിരിക്കും. നിങ്ങൾ എന്ത് കരുതി ചോദിച്ചാലും അങ്ങനെ മനസ്സറിഞ്ഞ് ഇറങ്ങി വന്ന് ചെയ്യും എന്ന നല്ലൊരു ചാൻസ് നമുക്കിതിൽ ഇരിക്കുന്നുണ്ട്. അതിനാലേ മനസ്സിലെ എത്ര സങ്കടമിരുന്നാലും ഈ ടൈം വരുന്ന പഞ്ചമി മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പഞ്ചമിയിൽ ചെയ്യുന്നത് ഏതോ ഒരു സ്പെഷ്യൽ മീൻസ് എല്ലാവരും പറയുന്നത് നമ്മുടെ ആവശ്യം ഈ പഞ്ചമിയിൽ ചെയ്താൽ അടുത്ത പഞ്ചമിക്കുള്ളിൽ നടന്നിരിക്കും എന്നാണ്. ഇനി കാര്യസിദ്ധി നേരം നോട്ട് ചെയ്തോളുക. ഈ വസന്ത പഞ്ചമിക്ക് കാര്യസിദ്ധി നേരം വന്നിട്ട് 2 നേരത്ത് ഇരിക്കുന്നുണ്ട്. ഒന്ന് വന്ന് ഇന്ന് 2-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:15 AM to 11:15 AM വരെ 1 അവർ നേരം നിങ്ങൾക്ക് ടൈം ഇരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു ടൈം. അത് മിസ് ചെയ്യുന്നവർക്ക് അടുത്ത ടൈം പറയാം. രാത്രി 9:45 PM to 10:45 PM. ഒന്നുകിൽ നിങ്ങൾ രാവിലെ ചെയ്യുക, അതല്ലാച്ചാൽ രാത്രി ചെയ്തോളുക. ഏതെങ്കിലും ഒരു ടൈം ചെയ്തോളുക. രണ്ടും പറ്റാത്തവരാണെങ്കിൽ പഞ്ചമിതിഥി തീരുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ രാത്രി 12 മണിക്കുള്ളിലെയോ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്തോളുക. കാരണം നമുക്ക് ചില വിഷയങ്ങൾ ചെയ്യുന്നതിനുള്ള നേരം എന്നത് എപ്പോഴും വരത്തില്ല. ഒരു ചാൻസ് കിട്ടിയാലും അത് തീർച്ചയായും മിസ് ചെയ്യാതെ ചെയ്യുക.
ഇനി നമുക്ക് ഈ വഴിപാടിന് ആവശ്യമായ പൊരുൾ എന്താണെന്ന് നോക്കാം. വേറൊന്നുമല്ല, ചെറുനാരങ്ങയാണ്, ലെമണ് വീട്ടിലിരുന്നാൽ അത് എടുത്തോളുക, ഇല്ലെങ്കിൽ കടയിലിരുന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഒരു 5 ലെമൺ മതി, നല്ലതായിരിക്കണം. ലെമൺ വന്നിട്ട് പച്ചയായാലും ഓക്കെ, പഴമായാലും ഓക്കെയാണ്. ഡൗട്ട് വരും ചിലർക്ക്, പച്ചയാണോ പഴുത്തതാണോ എന്നത്. ഏത് വേണോ നിങ്ങൾക്ക് കയ്യിലുള്ളത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ 5 ലെമണ് കയ്യിലെടുത്ത് വച്ചിട്ട് വരാഹി അമ്മയ്ക്ക് മുന്നേ നല്ല പ്രാർത്ഥിച്ചോളുക. ഏത് കാര്യം ശരിയാവണമോ ഈ വസന്ത പഞ്ചമിയിൽ ഞാൻ ചോദിക്കുകയാണ്, അമ്മേ മനസാലെ എനിക്ക് ചെയ്തു തരണേ അമ്മേ എന്ന് നല്ല പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് പഞ്ചമിക്കുള്ളിൽ നടത്തി തരണേ എന്ന് നേർച്ച വച്ചോളുക. എന്നതിന് ശേഷം ഓരോരോ ലെമണിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഞാൻ പറയുന്ന വരാഹിയമ്മയുടെ ഈ പേര്, അതിശക്തിയാർന്ന ഒരു നാമമാണിത്. ഈ നാമം ആപത്ത് കാലത്ത് നമുക്ക് കൈ കൊടുക്കാൻ പറ്റുന്ന നാമം. നിങ്ങൾ ഏത് സിറ്റുവേഷനിലിരുന്നാലും വജ്രകോശം, ദണ്ഡനാഥ ഇതെല്ലാം നിങ്ങൾക്ക് ഏത് അളവിന് കൈ കൊടുക്കുന്നുവോ അതുപോലെ ഈ നാമവും നിങ്ങളെ രക്ഷിക്കുന്ന ഒരു മഹാനാമം. നമ്മൾ ഏതോ ഒരു കഷ്ടപ്പെട്ട സിറ്റുവേഷനിലിരിക്കുമ്പോൾ നമുക്ക് ഉടനെ കൈ കൊടുക്കുന്ന വരാഹിയമ്മയുടെ നാമം. ആ നാമത്തെ ഈ 5 നാരങ്ങയിലും ഈ നാമം ഓരോ തവണ നിങ്ങൾ എഴുതണം. ഞാൻ കാണിക്കാം. നാമം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്നിട്ട് 5 ലെമണിലും എഴുതി വച്ചോളുക. ആ നാമം ഇതാണ്: വജ്രംഗി, വജ്രംഗി, വജ്രംഗി. വജ്രകോശം ഏതളവിന് ശക്തിയോ ആ അളവിന് വജ്രംഗി നാമത്തിനും പവർ ഇരിക്കുന്നുണ്ട്. സോ ഈ നാമം വന്നിട്ട് ഓരോരോ നാരങ്ങയിലും നിങ്ങൾ എഴുതി വച്ചോളുക. വേറൊന്ന്, ഇത് ചുവപ്പ് നിറത്തിലെ പെന്ന് കൊണ്ടേ എഴുതാൻ പാടുള്ളൂ. ചുവപ്പ് നിറ പെന്നില്ല എങ്കിൽ കുങ്കുമം ഇരുന്നാൽ കുങ്കുമം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് വച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓരോരോ തവണ ഓരോന്നിലും എഴുതുക. ഇത് എഴുതുമ്പോൾ മനസ്സിനുള്ളിൽ നിങ്ങൾ എന്ത് കാര്യം നടക്കണമോ അത് നല്ല പ്രാർത്ഥിച്ചിട്ട് ഈ പേര് എഴുതിക്കോളുക. നോക്കിക്കോളൂ, ഓരോന്നിലും വജ്രംഗി എന്ന നാമത്തെ എഴുതി വച്ചിരിക്കുന്നത്. ഈ പതിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് തരണേ. ഇപ്പോൾ നിങ്ങൾ എഴുതി വച്ചത് അങ്ങനെ പൂജ അറയിൽ അമ്മയുടെ ഫോട്ടോയ്ക്കടുത്ത് വച്ചോളുക. പൂജ അറയില്ലാത്തവർ എവിടെയാണോ സേഫ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ വച്ചോളുക. ഇനി ഇത് നിങ്ങൾ ചെയ്യുന്നതിന് റൂൾസ് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ട് ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ പീരിയഡ്സ് ടൈമിലോ പുലവാലായ്മ ഉള്ളപ്പോഴോ ഒന്നും ഇത് ചെയ്യരുത്. എന്നാൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. കാരണം വ്രതം ഓരോരുത്തരും ഓരോ രീതിക്കാണ് എടുക്കുന്നത്. പഞ്ചമി തിഥിക്ക് ചില പേര് വന്നിട്ട് നോൺ വെജ് ഒന്നും കഴിക്കാതെ അമ്മയ്ക്ക് പൂജ ചെയ്യുന്നവരാണ്. എന്നാൽ ചിലർ അങ്ങനെയല്ല, എല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുണ്ട്. അതിനാലെയാണ് എടുത്തു പറഞ്ഞത്. നിങ്ങൾ വജ്രംഗി എന്ന നാമത്തെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണമെച്ചാൽ ഈ പിക്ചർ നോക്കിക്കോളൂ. ഈ പിക്ചറിൽ കാണുന്ന നമ്പർ എന്താ നോക്കിക്കോളൂ. 75MW75 75MW75. ഇത് വന്നിട്ട് ഒരു 108 തവണ ഏത് കാര്യം നടക്കാൻ എഴുതി വച്ചോ ആ കാര്യസിദ്ധി നേരത്തിന് നിങ്ങൾ ലെമണിൽ പേരെഴുതി വെച്ചില്ലേ,
അതിന് ശേഷം നിങ്ങളൊരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ പേപ്പറിലോ നിങ്ങളിത് എഴുതുക. റെഡ് കളർ പെൻ കൊണ്ടേ എഴുതാൻ പാടുള്ളൂ. 108 തവണ എഴുതുക. കാര്യസിദ്ധി സമയം തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളുക. ജസ്റ്റ് ഈ നമ്പർ മാത്രം 75MW75. ഇത് വന്നിട്ട് ഒരു കാര്യസിദ്ധി നമ്പർ എന്ന് പറയാം. പല കാര്യവും തടസ്സമായിരിക്കുന്നവ അത് തകർത്തെറിഞ്ഞ് പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റിക്കൊടുക്കും ഈ നമ്പർ. ഏതെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കുന്നു, തടസ്സം, ഇതെല്ലാം ശരിയാക്കാൻ പറ്റുന്ന ശക്തി ഈ നമ്പറിനുണ്ട്. സോ വജ്രംഗി എന്ന നാമത്തെ ലെമണിൽ എഴുതി വയ്ക്കുക. അതുപോലെ ഈ 75MW75 എന്ന നമ്പർ പേപ്പറിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലോ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു ഐഡിയ തരാം. 2 കാര്യസിദ്ധി നേരം വരുന്നുണ്ടല്ലോ. ഒരു നേരത്ത് നിങ്ങൾ ലെമണിൽ നാമത്തെ എഴുതുക. നെക്സ്റ്റ് കാര്യസിദ്ധി നേരത്തിൽ നിങ്ങൾ നോട്ടിൽ നമ്പർ എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് രണ്ടും പിരിച്ചും എഴുതാവുന്നതാണ്. സപ്പോസ് നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല, ഒത്തിരി ബിസിയാണ്, ഓഫീസിലിരുന്നിട്ട് ഇതൊന്നും ചെയ്യാനും പറ്റില്ല, അതിനൊന്നും അവിടെ അലൗ ചെയ്യില്ല. അങ്ങനെയുള്ളവർ രാത്രി 12 മണിക്കുള്ളിൽ ഇത് ചെയ്ത് നമ്പർ എഴുതി വയ്ക്കുക. ബട്ട് എങ്ങനെയാണെങ്കിലും ഈ വിഷയത്തെ കാര്യസിദ്ധി നേരം മിസ് ചെയ്യാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അത് പറ്റാത്തവരാണെങ്കിൽ രാത്രി 12 മണിക്കുള്ളിൽ രണ്ടും ചേർത്ത് ചെയ്തോളുക. നാമത്തെ ലെമണിൽ എഴുതി നമ്പർ നോട്ടിൽ എഴുതുക. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു വഴിപാടാണിത്. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ പഞ്ചമിയിൽ ഇത് ചെയ്തു, എനിക്ക് അന്ന് രാത്രി തന്നെ റിസൾട്ട് കിട്ടി എന്നെല്ലാം. അതുപോലെ പഞ്ചമി നമുക്ക് കിട്ടിയ വരം, അതും വസന്ത പഞ്ചമി, നമ്മുടെ ജീവിതം വസന്തമായി മാറുന്ന ഒരു നേരം എന്ന് തന്നെ പറയാം. ആവശ്യം നിങ്ങൾ ചെയ്തോളുക. നിറയെ നല്ല കാര്യങ്ങൾ നടന്നിരിക്കും. ഇനി ഡൗട്ട് വരും, ലെമൺ എഴുതി വെച്ചു, എത്ര ദിവസം ഫോട്ടോയ്ക്കടുത്ത് ഇത് വയ്ക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഈ നാരങ്ങ അങ്ങനെ തന്നെ വച്ചോളുക. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും സങ്കടങ്ങൾ, തടസ്സങ്ങൾ, നമ്മുടെ കണ്ണിന് മനസ്സിലാവാത്ത ഏതെങ്കിലും ഇരുന്നാൽ ഈ ലെമൺ അതിനെ അബ്സോർബ് ചെയ്തെടുക്കും. ലെമണിനെ രാജക്കനി എന്നാണ് പറയുന്നതെന്നൊക്കെ അറിയാമല്ലോ. നിറയെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. വീട്ടിൽ ഇത് വയ്ക്കുമ്പോൾ നെഗറ്റീവ് എനർജിയെ അങ്ങനെ ഇത് അബ്സോർബ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി നമുക്ക് തരും. ഈ ലെമണ് കാഞ്ഞു പോകുന്നതിനുള്ളിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ലൊരു കാര്യം നടന്നിരിക്കും. അതിനാൽ ലെമണ് എഴുതിയത് അങ്ങനെയേ ഇരിക്കട്ടും. നെക്സ്റ്റ് പഞ്ചമി വരെയും കൂടെ ധാരാളമായിട്ട് അങ്ങനെ ഇരിക്കട്ടും. നെക്സ്റ്റ് പഞ്ചമിയിൽ നിങ്ങൾ അന്നോ തലേന്നോ ഈ ലെമൺ എടുത്തിട്ട് ആർക്കും കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക. റോഡിലൊന്നും ഇടാതിരിക്കുക. കാരണം ഇങ്ങനെ നമ്മൾ കനിയൊക്കെ വെച്ച് പരിഹാരം ചെയ്യുമ്പോൾ അത് ഒരിക്കലും നടു റോഡിൽ ഇടാതിരിക്കുക. മറ്റുള്ളവർക്ക് അത് ദോഷമായി പോയി ചേരും. അതിനാലെയാണ് പറയുന്നത്. സോ ഇങ്ങനെ കനി വെച്ച് ചെയ്യുന്നത്, ലെമൺ വെച്ച് ചെയ്യുന്ന പരിഹാരമെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒഴുകുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ കുളമോ കായലോ തോടോ അതിൽ ഇട്ടോളുക. അതുമല്ലെങ്കിൽ കാൽപ്പെടാത്ത ഇടത്തിൽ കളയുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. കാരണം ഇങ്ങനെ ഒരു ചില മുറകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്നുണ്ട്. ഇനി പേപ്പർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോട്ട്ബുക്ക് ആണെങ്കിലും പേപ്പർ ആണെങ്കിലും നിങ്ങൾ ഭദ്രമായിട്ട് വച്ചോളുക. ഇതൊരു കാര്യസിദ്ധി നമ്പറാണ്. ഈ നമ്പർ എപ്പോഴും നിങ്ങൾക്ക് തുണ നിൽക്കുന്നതാണ്. ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പറഞ്ഞിരിക്കുന്നതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.
ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.